ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പൂരി ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പേര് കേൾക്കുന്ന പോലെ അത്ര ഒരു പ്രയാസമുള്ളൊരു സംഭവമൊന്നുമല്ല. ഷവർമയുടെ അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇനി വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തു. ഇത്രയും ഇട്ടാൽ മതി. 1/4 കപ്പ് കഷ്ടിച്ചേ ഉള്ളൂ. ഒരു 1/2 കപ്പ് എന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ മൈദ. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴയ്ക്കാൻ. നമ്മൾ സാധാരണ ഇങ്ങനെ പൂരി ഇങ്ങനത്തെയൊക്കെ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുക. പക്ഷേ ഇതിനൊരു ഇളം ചൂട് വേണം. കാരണം ഈ പൂരി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നത്. സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂണാണ്. പാകത്തിന് ഉപ്പ്. നന്നായി കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കാൻ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുക്കുംബർ അതുപോലെ തന്നെ അതൊരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ക്യാബേജാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ബീൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഇത്രയാണ് ടേസ്റ്റ്. പിന്നെ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ബോൺലെസ് ആക്കി എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. നമ്മൾ ഷവർമയിലൊക്കെ ഉള്ളതുപോലെ. വെജിറ്റബിൾസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്. വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. ക്യാബേജൊക്കെ കുറച്ചിട്ട് ക്യാരറ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക. എത്രണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഞാനൊരു 4 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ. 1/4 കപ്പൊക്കെയാണ് എടുക്കണമെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വലുപ്പം വേണമെന്നില്ല. വലുപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഒരുപാട് വലുപ്പം എടുക്കണില്ല. ഒരു പപ്പടത്തിനേക്കാളും കുറച്ചൊരു വലുപ്പം കൂടുതൽ അത്രേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി വേണമെന്നില്ല. നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊരു ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് നമ്മൾ പുറം ഭാഗത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അതിനെ അങ്ങ് പൊതിയുക. ഈ പൂരി കൊണ്ട് പരത്തിയിട്ട് അതിനെ അങ്ങ് പൊതിയണം. അവിടെ നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റാതെ വരും. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ഗ്ലാസോടെ തന്നെ അതങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഊരിയെടുക്കാൻ എളുപ്പമാണ്. ഗ്ലാസിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ചൂടാവും. അത് കുഴപ്പമാക്കേണ്ട. മുകൾ ഭാഗത്തേക്കൊന്നും അങ്ങനെ ചൂട് വരില്ല. അതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് ഊരിയെടുക്കും. അതിനൊന്ന് തിരിച്ചും നിറയെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരിപ്പോരും. ഞാനിപ്പോൾ നിറയെ എണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം കൂടി എടുക്കും. ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ കണ്ടോ, ചൂടാവുമ്പോൾ അതുപോലെ അങ്ങ് ഊരിപ്പോരും. നമ്മൾ പുറത്തെ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേക്കാൻ വിട്ടുപോകരുത്. എണ്ണ തേക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കായി മാറും. ഗ്ലാസ് ചൂടാവും ചെയ്യുമല്ലോ, സ്റ്റീൽ ഗ്ലാസ് അല്ലേ. അപ്പോൾ ഇനി എണ്ണയൊക്കെ നല്ല തിളച്ച എണ്ണയൊക്കെ അതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കടത്തിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ബാസ്ക്കറ്റ് ആക്കി എടുക്കുന്നത്. അത് സിമ്പിളാണ്. കാരണം കുക്കിംഗ് ടൈമൊന്നും ഒരുപാടില്ല. ഈ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മൾ ഫ്രൈ ചെയ്യണമൊന്നുമില്ലല്ലോ. ഫില്ലിങ്ങൊക്കെ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ വേവിച്ചത്. അത് വേവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഗ്ലാസിൻ്റെ പുറത്ത് ഓരോ തവണയും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായി മാറും. ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. നിറയെ എണ്ണ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ വെക്കുന്നതോട് കൂടി തന്നെ അത് ഊരിപ്പോരും. ഇതിപ്പോൾ നിറയെ എണ്ണ ഒഴിച്ചിട്ടില്ല ഞാൻ. കാരണം 4 എണ്ണ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ആ എണ്ണ അങ്ങനെ വെറുതെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക.
കാരണം അത് ഗ്ലാസ്സിൽ നിന്ന് ഊരി പോരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം നമുക്ക് പൂരി വേവ് കൂടി പോകും വേണ്ട. ഇങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് അതിലേക്ക് വെക്കുക. ഒരൊറ്റ പണിയേ ഉള്ളൂ. കഴിക്കുമ്പോൾ നമ്മൾ ഈ പൂരി ഈ ബാസ്ക്കറ്റ് എടുത്തിട്ട് ഈ പൂരിയും അതുപോലെ ഈ ഫില്ലിങ്ങും കൂട്ടി അങ്ങ് കഴിക്കുക. അത്രയേ ഉള്ളൂ. കഴിയുന്നത്ര ഫില്ലിങ് വെക്കുക. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് ഫില്ലിങ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് വെക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. വളരെ കാണാൻ തന്നെ ഒരു ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. കാരണം ഷവർമ്മ ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കുമല്ലോ ഷവർമ്മയുടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.